പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 1982. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം 1982. ഇലക്ട്രോണിക്സ് രീതിയിൽ ഇന്റർനെറ്റ് വഴി ബിസിനസ് നടത്താൻ സഹായിക്കുന്ന സംവിധാനം ഇ-കൊമേഴ്സ്. ഇലക്ട്രോണിക്സ് രീതിയിൽ ഇന്റർനെറ്റ് വഴി ബിസിനസ് നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇ-കൊമേഴ്സ്. കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ് IP അഡ്രസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അഥവാ IP അഡ്രസ് കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്. വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം ജനീവ. ജനീവയാണ് വേൾഡ് വൈഡ് വെബിന്റെ ആസ്ഥാനം. ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്നതിനുള്ള പ്രക്രിയ ഡാറ്റ പ്രോസസ്സിംഗ്. ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ ഡാറ്റ പ്രോസസ്സിംഗ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം മോണിറ്റർ. പ്രിന്ററുകൾ ആദ്യകാലത്ത് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പഞ്ച് കാർഡ്. പഞ്ച് കാർഡ് എന്ന പേരിലാണ് പ്രിന്ററുകൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. കമ്പ്യൂട്ടറിലെ പ്രധാന സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡ് മദർ ബോർഡ്. കമ്പ്യൂട്ടറിലെ പ്രധാന സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡാണ് മദർ ബോർഡ്. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം UPS. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് UPS. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഗൂഗിൾ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഗൂഗിൾ. ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സൺ മൈക്രോ സിസ്റ്റം. ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ആണ് സൺ മൈക്രോ സിസ്റ്റം. കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ സമയവും തീയതിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാസ്ക് ബാറിൽ. ടാസ്ക് ബാറിലാണ് കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ സമയവും തീയതിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ കോബോൾ. കോബോൾ ആണ് വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ. ഓക്ക് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ. ഓക്ക് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ സിയുടെ ഉപജ്ഞാതാവ് ഡെന്നിസ് റിച്ചി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ സിയുടെ ഉപജ്ഞാതാവ് ഡെന്നിസ് റിച്ചി. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഡീബഗ്ഗിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നു ഡീബഗ്ഗിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. എപ്പിക് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡ്. ഇന്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് വെബി അവാർഡ്. ഇമെയിലിലെ ഇ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇലക്ട്രോണിക്. ഇമെയിലിലെ ഇ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇലക്ട്രോണിക്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റു പ്രോഗ്രാമുകളും എല്ലാം മെമ്മറിയിലേക്ക് ലോഡ് ആകുന്നതിനെ പറയുന്ന പേര് ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റു പ്രോഗ്രാമുകളും എല്ലാം മെമ്മറിയിലേക്ക് ലോഡ് ആകുന്ന പ്രക്രിയ അറിയപ്പെടുന്നു ബൂട്ടിംഗ്. LCD എന്നതിന്റെ പൂർണ്ണരൂപം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD എന്നതിന്റെ പൂർണ്ണരൂപം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ.
കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നു CPU. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU. ഇന്റർനെറ്റിലെ SMS എന്നറിയപ്പെടുന്നത് ട്വിറ്റർ. ഇന്റർനെറ്റിലെ SMS എന്നറിയപ്പെടുന്നു ട്വിറ്റർ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ സ്പേസ് ബാർ. സ്പേസ് ബാർ ആണ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കുവാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നു വൈറസ്. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗം ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗം ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് RAM, റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടറിന്റെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നു RAM, റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം അളക്കാനുള്ള യൂണിറ്റ് മിക്കി. മിക്കിയാണ് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ്. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നു മോണോക്രോം മോണിറ്റർ. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഹൈടെക് വ്യവസായത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സിലിക്കൺ വാലി. ഹൈടെക് വ്യവസായത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നു സിലിക്കൺ വാലി. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12. കീബോർഡിൽ 12 ഫംഗ്ഷൻ കീകളാണുള്ളത്. ഒരു നിബിൾ എന്നത് എത്ര ബിറ്റാണ്? 4. ഒരു നിബിൾ എന്നാൽ 4 ബിറ്റാണ്. പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി. പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നു ഹാർഡ് കോപ്പി. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ വാക്വം ട്യൂബ്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ട്യൂബ്. ഹാർഡ് ഡിസ്കിന്റെ വേഗം അളക്കുന്ന ഏകകം റെവല്യൂഷൻ പെർ മിനിറ്റ്. RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്, ഹാർഡ് ഡിസ്കിന്റെ വേഗം അളക്കുന്ന ഏകകം. ഒരു കീ സ്ട്രോക്കിനെ അതിനു സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കോഡ് ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഒരു കീ സ്ട്രോക്കിനെ അതിനു സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കോഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ്. ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലം റീസൈക്ലിംഗ് ബിൻ. റീസൈക്ലിംഗ് ബിൻ ആണ് ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നു സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റ്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഉപയോഗിച്ച്
ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബോസ്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ലിനക്സിന്റെ ലോഗോയിലുള്ള പക്ഷി ടക്സ് എന്ന പെൻഗിൻ. ലിനക്സിന്റെ ലോഗോയിലുള്ള പക്ഷി ടക്സ് എന്ന പെൻഗിൻ. ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുവാനും മാറ്റം വരുത്തുവാനും വിതരണം ചെയ്യുവാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുവാനും മാറ്റം വരുത്തുവാനും വിതരണം ചെയ്യുവാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സി മീഡിയ നിങ്ങൾക്കൊപ്പമുണ്ട്. ക്ലാസുകൾ ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും സി മീഡിയയുടെ